ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫെസ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് യാത്ര നമുക്ക് എങ്ങനെ ഫുള്ളായിട്ട് മൊത്തത്തിൽ നമുക്ക് കറങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാൻ നമുക്ക് ചെയ്യാൻ മെയിൻ കാര്യം വെച്ചാൽ ഞാൻ 2 മാസം മുമ്പ് ഞാനൊരു നോർത്ത് ഈസ്റ്റ് യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മുഴുവൻ ഭാഗവും കവർ ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോറീസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് പലരും എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു പ്ലാൻ വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ ഒരു പ്ലാനൊക്കെ വെച്ച് തന്നെ പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പറയുന്നതിന് ബെറ്റർ ഇതുള്ളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നാൽ എനിക്ക് കാണാനും ബെറ്റർ ആയിരിക്കും. ഒരു ക്ലാസ് പോലെ അതിനെക്കുറിച്ച് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ നോർത്ത് ഈസ്റ്റ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തിടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു മൊത്തത്തിൽ കറങ്ങി വരുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രക്ക് പോകാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടേഷൻ വെച്ചാൽ നമുക്ക് ഒന്ന് ബൈ ഫ്ലൈറ്റിൽ നമുക്ക് ഈ ഒരു യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ട്രെയിനിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സ്വന്തം വണ്ടി ഓൺ വെഹിക്കിൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി ഓൺ വെഹിക്കിളൊന്നും പോകാൻ പറ്റാത്ത പോലെ തന്നെ നമുക്ക് ട്രെയിനൊക്കെ ബഡ്ജറ്റായിട്ട് പോകുന്നവർക്കാണെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ബൈക്കൊക്കെ റെൻ്റ് എടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ കാർ റെൻ്റ് എടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതി നമുക്ക് നോർത്ത് ഈസ്റ്റ് യാത്ര നമുക്ക് പ്ലാൻ ചെയ്യുന്ന രീതിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് ട്രെയിനിൽ ഫ്ലൈറ്റ് നമുക്ക് കൊച്ചി നമുക്ക് ഗുവാഹത്തിയിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. കൊച്ചി നമുക്ക് ബഗോഡ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. കൊച്ചി നമുക്ക് കൊൽക്കട്ടയിലേക്ക് അവൈലബിൾ ആണ്. കൊച്ചി നമുക്ക് ദിമാപൂരിലേക്ക് നമുക്ക് അവൈലബിൾ ആണ് ഫ്ലൈറ്റ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഫ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ അതാണ് ഒരു ഓപ്ഷൻ. ഇനി ട്രെയിൻ നമുക്ക് പോകുകയാണെങ്കിൽ എറണാകുളം നമുക്ക് ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷൻ അവിടെ നമുക്ക് ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എറണാകുളം നമുക്ക് ഗുവാഹത്തിയിലേക്ക് നമുക്ക് ട്രെയിൻ അവൈലബിൾ ആണ്. ന്യൂ ജൽപൈഗുരി നമുക്ക് സിക്കിം, അതിന് ഭൂട്ടാൻ, നേപ്പാളൊക്കെ കറങ്ങി വരുന്ന രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷൻ ചൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഗുവാഹത്തി, മേഘാലയ, ആസാം, അരുണാചൽ, നാഗാലാൻഡ് ഈ ഒരു ഏരിയ നമുക്ക് ചൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുക, എറണാകുളം നമുക്ക് നേരെ ഗുവാഹത്തിയിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. എറണാകുളം നമ്മൾ ദിമാപൂർ, അതായത് നാഗാലാൻഡ് ഹോംബിൽ ഫെസ്റ്റിവൽ, അതായത് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവലാണ് ഹോംബിൽ ഫെസ്റ്റിവൽ. ഇത് കൂടുതലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു നാഗാലാൻഡിലേക്ക് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോകാറുണ്ട്. അങ്ങനെ പോകുന്നവർക്ക് നമുക്ക് ഈ ഒരു എറണാകുളം നമുക്ക് ദിമാപൂരിലേക്ക് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ട്രെയിനുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിനി ഓൺ വെഹിക്കിൾ നമുക്കിനി സ്വന്തം വണ്ടി പോയി കേരളത്തിൽ നിന്ന് നേരെ ഡയറക്റ്റ് നമുക്ക് നേരെ ഇവിടെ നേരെ നമുക്ക് ആന്ധ്രാപ്രദേശ്, അവിടെ നേരെ ഒഡീഷ, അവിടെ നിന്ന് അങ്ങനെ കയറി ഛത്തീസ്ഗഡ്, അങ്ങനെ കയറി നേരെ എന്ത് ചെയ്യുക, ഈ ഒരു ആസാമിലേക്ക് അങ്ങനെ പോയിട്ട് ഈ ഒരു ഭാഗങ്ങൾ ഫുള്ള് കവർ ചെയ്തിട്ട് നേരെ സിക്കിം, അങ്ങനെ നേരെ നേപ്പാൾ കവർ ചെയ്ത് അവിടെ നേപ്പാൾ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഉത്തർപ്രദേശ്, അവിടെ നിന്ന് അങ്ങനെ ഡൽഹിയിൽ അങ്ങനെ പോകുന്ന രീതി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു യാത്രയ്ക്ക് ഇനി ട്രെയിനൊക്കെ പോയിട്ട് നമുക്ക് റെൻറ്റ് ബൈക്ക് എടുക്കേണ്ട സ്ഥലങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഗുവാഹത്തിയിൽ നമുക്ക് റെൻറ്റ് ബൈക്ക് എടുക്കാം. പിന്നെ തവാങ്ങിൽ, അരുണാചൽ പ്രദേശ് ആണെങ്കിൽ തവാങ്ങിൽ നമുക്ക് റെൻറ്റ് ബൈക്ക് എടുക്കേണ്ടി വരും. സിക്കിമിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഗാങ്ടോക്ക് വരും. മേഘാലയയിൽ നമുക്ക് ഷിലോങ്ങിൽ നമുക്ക് ബൈക്ക് നമുക്ക് റെൻറ്റ് എടുക്കേണ്ട സ്ഥലങ്ങളാണ് വരുന്നത്. ഇനി ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര നമുക്ക് ഓരോ 3 ലെവലിലായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എടുക്കുന്നത്. ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷൻ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നേരെ ഭൂട്ടാൻ, സിക്കിം, നേപ്പാൾ ഈ 3 സ്ഥലങ്ങൾ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, എറണാകുളം നേരെ ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നേരെ ഭൂട്ടാനിലേക്ക് പോകാം. ഭൂട്ടാൻ്റെ ബോർഡർ, ഇന്ത്യൻ ഭൂട്ടാൻ ബോർഡറാണ് ഫുൻഷോളിങ് ബോർഡർ വരുന്നത്. അങ്ങനെ നേരെ ഫുൻഷോളിങ് പോയി നമുക്ക് ഭൂട്ടാനൊക്കെ ഇന്ത്യക്കാർക്കും ഒരു ദിവസം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസത്തെ ഫ്രീ വിസ കിട്ടുന്നതാണ് ഈ ഒരു ഭൂട്ടാനിൽ. അപ്പോൾ നേരെ ഭൂട്ടാൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രയിൽ തന്നെ നമുക്കൊരു വേറൊരു കൺട്രിയാണ് ഭൂട്ടാൻ. അപ്പോൾ ഭൂട്ടാൻ കയറാൻ പറ്റും. അങ്ങനെ ഭൂട്ടാൻ നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ചെന്ത് ചെയ്യുക, വീണ്ടും ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ സിലിഗുരി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, നേരെ അവിടെ നേരെ എന്ത് ചെയ്യുക, സിക്കിമിലേക്ക് നമുക്ക് ബസ്സുകൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നേരെ സിക്കിമിലേക്ക് പോവുക, സിക്കിം ട്രാൻസ്പോർട്ടേഷനിലേക്ക് ഇറങ്ങുക. സിക്കിമിൽ നേരെ ഡാർജിലിംഗ് പോയിട്ട് ഡാർജിലിംഗ് നേരെ പശുപ്പട്ടി നഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഈ ഇന്ത്യ നേപ്പാൾ ബോർഡറാണ് വന്നത്. നേപ്പാൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നേപ്പാളിൻ്റെ ബോർഡറിന്, ഇന്ത്യ നേപ്പാൾ ബോർഡറിന് വരെയാണ് പശുപ്പട്ടി നഗർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, സിക്കിമും ഭൂട്ടാൻ, നേപ്പാൾ ഈ 3 സ്ഥലങ്ങളിൽ നമുക്ക് ഒറ്റ സ്ട്രെക്ടറിൽ നമുക്ക് കറങ്ങാൻ പറ്റും. ഇനി രണ്ടാമത്തെ സ്ട്രക്ചറാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ നേപ്പാൾ ഇറങ്ങിയ ശേഷം നേപ്പാളിൻ്റെ ബോർഡറായ റെക്സൽ ബോർഡർ ഉണ്ട്. റെക്സൽ ബോർഡറിൽ നേരെ എന്ത് ചെയ്യുക, ട്രെയിൻ കയറിയിട്ട് നേരെ ഗുവാഹത്തിയിലേക്ക്, അല്ലെങ്കിൽ പാട്ന വന്നിട്ട് പാട്ന നേരെ ഗുവാഹത്തിയിലേക്ക് നമുക്ക് ട്രെയിൻ കയറാം. അങ്ങനെ നേരെ എന്ത് ചെയ്യുക, ഗുവാഹത്തിയിലേക്ക് വന്നിട്ട് നേരെ മേഘാലയ, രണ്ടാമത്തെ ഭാഗമായ മേഘാലയയിലേക്ക് നമുക്ക് പോകാം. മേഘാലയയിലേക്ക് പോയിട്ട് അവിടെ നേരെ എന്ത് ചെയ്യുക, ബൈ ഫ്ലൈറ്റ് എടുത്തിട്ട്, അതായത് നമുക്ക് ഈ ഒരു ദിമാപൂറിൽ നിന്ന് നമുക്ക് അതായത് മേഘാലയയിലെ ഷിലോങ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ദിമാപൂരിലേക്ക് നമുക്ക് ഫ്ലൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. വെറും 500 നമുക്ക് റേറ്റിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബൈക്ക് റെൻ്റ് എടുക്കേണ്ടത് വെച്ചാൽ ഷിലോങ്ങിൽ നിന്ന് നിങ്ങൾ ബൈക്ക് റെൻ്റ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ മേഘാലയ കറങ്ങാൻ വേണ്ടി പലരും എടുക്കുന്നത് വെച്ചാൽ ഗുവാഹത്തിയിൽ നിന്ന് തന്നെ ബൈക്ക് റെൻ്റ് എടുത്ത് പോകുന്നവരുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ബൈക്ക് അവിടെ ഇരിക്കുന്നതിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും നിങ്ങൾക്ക് ഗുവാഹത്തിയിലേക്ക് വരേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗുവാഹത്തിയിൽ നിന്ന് നിങ്ങൾ മേഘാലയയിലെ ഷിലോങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾ
ബൈക്ക് റെൻ്റ് എടുക്കാതെ നിങ്ങൾ ബസ്സിൽ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് പോകുക, അല്ലെങ്കിൽ ഷെയറിംഗ് ടാക്സികൾ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഷെയറിംഗ് ടാക്സി എടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു ചൂസ് ചെയ്തിട്ട് പോവുക. അങ്ങനെ മേഘാലയ പോയിട്ട് മേഘാലയ എല്ലാം കറങ്ങിയ ശേഷം എന്ത് ചെയ്യുക, നേരെ നാഗാലാൻഡിലേക്ക് നിങ്ങൾക്ക് ബൈ ഫ്ലൈറ്റിന് പോയി നിങ്ങൾക്ക് ഒരു ദിവസത്തെ സമയം ലാഭിക്കാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതും കൂടിയാണ് ഈ ഒരു നാഗാലാൻഡിലെ ദിമാപൂറിലേക്ക് പോവുക. അങ്ങനെ നാഗാലാൻഡെല്ലാം എക്സ്പ്ലോർ ചെയ്യുക. നാഗാലാൻഡിൽ നിന്ന് എന്ത് ചെയ്യുക, വീണ്ടും നിങ്ങൾക്ക് മണിപ്പൂരിലേക്ക് പോകാൻ പറ്റും. നാഗാലാൻഡിലെ ദുക്കുവയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 100 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണിപ്പൂരിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ മണിപ്പൂരിൽ നിന്ന് എന്ത് ചെയ്യുക, അവിടെ നിന്ന് മിസോറാമിലേക്ക് നമുക്ക് എത്തിപ്പെടാം. മിസോറാമിൽ നേരെ ത്രിപുരയിലേക്ക് നമുക്ക് പോകാം. ഇനി ത്രിപുരയും കൂടി കണ്ട ശേഷം അവിടെ നേരെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഗുവാഹത്തിയിലേക്ക് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ട്രെയിനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ത്രിപുരയിൽ നേരെ 15 മണിക്കൂറാണ് യാത്ര ചെയ്ത് നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഗുവാഹത്തിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഗുവാഹത്തി അങ്ങനെ എന്ത് ചെയ്യുക, എത്തിയിട്ട് അവിടെ നേരെ ആസാം നമുക്ക് കറങ്ങാൻ പറ്റും. ആസാമിലെ കാസിരംഗ പാർക്കും അതെല്ലാം കണ്ട് ആസാമിലെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തെല്ലാം നേരെ ആസാം കറങ്ങിയ ശേഷം അവിടെ നേരെ അരുണാചൽ പ്രദേശിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇനി ഒരു മൂന്നാമത്തെ പ്ലാൻ നമുക്ക് വീണ്ടും വേറെ രീതി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, മേഘാലയ, ആസാം, അരുണാചൽ പ്രദേശ്, അതായത് മേഘാലയ, ആസാം, അരുണാചൽ പ്രദേശ്, അങ്ങനെ നിങ്ങൾക്ക് ഈ യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മേഘാലയ ഇറങ്ങുക, അതിനുശേഷം നേരെ തിരിച്ച് ഗുവാഹത്തി എന്നിട്ട് ഗുവാഹത്തിയിൽ നേരെ എന്ത് ചെയ്യുക, ആസാം ഇറങ്ങിയ ശേഷം ആസാമിൽ നേരെ എന്ത് ചെയ്യുക, അരുണാചൽ പ്രദേശിലേക്ക് പോകാം. അല്ലെങ്കിൽ പിന്നെ വീണ്ടും പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് മേഘാലയ ഇറങ്ങിയ ശേഷം നേരെ ഗുവാഹത്തിയിലെ ഗുവാഹത്തി നേരെ അരുണാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ് നേരെ ആസാമിലേക്ക് വന്നിട്ട് ആസാം അങ്ങനെ കറങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രയ്ക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ സീസൺ ടൈം വെച്ചാൽ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ടൈമാണ്. പിന്നെ വെച്ചാൽ നവംബർ മുതൽ മാർച്ച് വരെയുള്ള ടൈമാണ്. ഈ ഒരു നവംബർ മുതൽ മാർച്ചിലുള്ള ടൈം നമുക്ക് ഈ ഒരു മേഘാലയയിലെ ദൗക്കി റിവറൊക്കെ ക്രിസ്റ്റലായിട്ട് കിടക്കുന്ന ടൈം വെച്ചാൽ ഈ ഒരു നവംബർ മുതൽ മാർച്ച് വരെ വരുന്നത്. ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് 2 കൺട്രീസ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് 3 കൺട്രീസിൻ്റെ ബോർഡർ ഏരിയകൾ നമുക്ക് പോകാൻ പറ്റുന്നൊരു പ്ലാനാണ് നമുക്ക് ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര. അപ്പോൾ ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അരുണാചൽ പ്രദേശ് നമുക്ക് ബുംല പാസ് പോകാം, അതിന് നമുക്ക് സിക്കിം പോകാണെങ്കിൽ നമുക്ക് ഭൂട്ടാൻ പോകാം, അതിന് നേപ്പാൾ പോകാം, മിസോറാം, മണിപ്പൂരൊക്കെ പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മിസോറാം നമുക്ക് മ്യാൻമറിൻ്റെ ഒക്കെ ബോർഡറിലെ ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു യാത്ര നമുക്ക് 3 ബോർഡർ ഏരിയയും 2 കൺട്രീസ് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രേൻ്റെ ഒരു പ്ലാനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഒരു നോർത്ത് ഈസ്റ്റ് യാത്രേൻ്റെ ഒരു മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട്, അതായത് ഇപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഈ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതായത് ഇപ്പോൾ സിക്കിം നമുക്ക് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും, ആസാം നമുക്ക് എങ്ങനെ കറങ്ങാൻ പറ്റും, മേഘാലയ നമുക്ക് എങ്ങനെ കറങ്ങാൻ പറ്റും, ത്രിപുര, മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ഓൾറെഡി നമ്മൾ മേഘാലയ കറങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ ആ വീഡിയോ കാണുക. ബൈക്ക് റെൻറ്റ് കിട്ടുന്നതിൻ്റെ ഓരോ ലൊക്കേഷൻസ് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻസ് കിട്ടും. പിന്നെ അതിന് നിങ്ങൾക്ക് റൂംസ് നമുക്ക് ഡോർമെട്രി നമുക്ക് അവൈലബിൾ ആണ്. 100 രൂപ മുതൽ 300 രൂപ വരെ നമുക്ക് ഡോർമെട്രീസ് നമുക്ക് അവൈലബിൾ ഉണ്ട്. ഡോർമെട്രി റൂംസ് കിട്ടുന്നതിൻ്റെ ലിങ്ക് ലൊക്കേഷൻ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ അവിടെ നോക്കാം. അത് കൂടാതെ നിങ്ങൾക്ക് 500 രൂപ റൂംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രയുടെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ട്രാവൽ വൈസ് ചെയ്യുന്ന അക്കൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലിലേക്ക് ഒന്ന് എനേബിൾ ഇട്ടാൽ നിങ്ങൾക്ക് ഇതുള്ള യാത്ര ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇടണം. ഓക്കെ, ബൈ ബൈ.